ഞാൻ ഏറ്റു. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ വീണ്ടും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ. അപ്പം രാവിലെ ഞാൻ ഏറ്റപ്പോഴത്തേനും ഇവിടെ രണ്ടുപേരും ഏറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഈ പുറകോട്ട് കാണിച്ചത്. അപ്പം ഇരുട്ടായതുകൊണ്ടൊന്നും കാണുന്നില്ല അല്ലേ. അപ്പം ഞാൻ നേരെ ചെരുപ്പൊക്കെ ഇട്ട്, എനിക്കാണിപ്പോൾ ചെരുപ്പിടാതെ ഒട്ടും പറ്റുന്നില്ല കേട്ടോ. ഇവിടെ തണുപ്പായപ്പം കാലിനടിയിലൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും. അപ്പം നേരെ പോയി ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോയി ബ്രഷ് ചെയ്ത്. അപ്പോൾ എൻ്റെ പിമ്പിൾ കണ്ടപ്പോൾ എന്തോ പോലെ ഭയങ്കരമായിട്ട് വീണ്ടും മുഖത്തിപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തോ പൗഡർ യൂസ് ചെയ്തതിൻ്റെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനിപ്പോൾ വീണ്ടും എന്നാലും ഇടാറുണ്ട് കേട്ടോ. നിർത്തില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതാണെന്ന് തോന്നിയ പ്രശ്നം. പിന്നെ ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നൊക്കെ ഓർക്കുവാണ്. അപ്പോൾ ഞാൻ നേരെ വന്നപ്പം അച്ഛനും മോനും TV ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. TV വെച്ച് വാർത്ത കാണുവാണേ. ആദ്യക്കൂട്ടനൊക്കെ വാർത്ത കാണുന്നുണ്ടല്ലോ. എന്നെ കാര്യമായിട്ടാണ് എന്നാന്ന് വെച്ചാൽ ഇപ്പം വെള്ളപ്പൊക്കമാണല്ലോ. അപ്പം അതിൻ്റെ വാർത്ത കേട്ടോ രാവിലെ വെച്ചേക്കുന്നത്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ, എന്നാലും കാണുന്ന എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ. സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ബാംഗ്ലൂര് നാട്ടിലെല്ലായിടത്തും മഴയും എല്ലാം ആണല്ലോ. അപ്പൊ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാ. ഞങ്ങൾ പറയുകയും ചെയ്തു ഞങ്ങളും കൂടെ അവിടെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ. എല്ലാവരും കൂടെ ഉറട്ടാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ എന്തായാലും ഞാൻ നേരെ കിച്ചണിലേക്ക് കയറി. ആദ്യമേ തന്നെ നമ്മുടെ മീൻകറി, തലേ ദിവസത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം അത് ചൂടാക്കി അങ്ങ് വെച്ചു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞതാണ് രാവിലെയും രാത്രിയും 2 നേരം അങ്ങ് ചൂടാക്കി വെച്ചേക്കുവാണ്. മീൻകറി കേടാവാതിരുന്നോളൂ, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമേ ഇല്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. നേരത്തെയൊക്കെ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നേ ഇങ്ങനെ മീൻകറി വെക്കുമ്പോൾ. അപ്പം അത് ഭയങ്കരമായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോഴത്തേനും ചാറൊന്നും ഇല്ലാതെ കുഴഞ്ഞ് വല്ലാണ്ടിരിക്കുമായിരുന്നേ. ഇനിയിപ്പം മീൻ മേടിക്കാറുണ്ടായിരുന്നില്ല ഇപ്പം കുറേ നാളായിട്ട്. അപ്പം അമ്മ എപ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ നമ്മൾ രാവിലെയും വൈകിട്ട് ഒന്ന് ചൂടാക്കി വെച്ചാൽ തിളപ്പിച്ച് വെച്ചാൽ മതി, മീൻകറി കേടാവാതെ അതുപോലെ ഇരുന്നോളൂ. അപ്പം ഞാനിപ്പം ആ ഒരു മെത്തേഡാട്ടോ ചെയ്യുന്നത്. അപ്പം രാവിലെ മീൻകറിയൊക്കെ ചൂടാക്കി വെച്ചിട്ട് പിന്നെ നേരത്തെ ചായ ഇടുക കേട്ടോ. അപ്പം ഞാൻ ആ കൈ വെച്ച് ആക്ഷൻ കാണിച്ച് അവിടെ അച്ഛനും മോനൂടെ അടി തുടങ്ങി കേട്ടോ. രാവിലെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് വാർത്ത കാണുമായിരുന്നാലും ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും TVക്കുള്ള അടി കേട്ടോ. ആദ്യക്ക് കാർട്ടൂൺ കാണണം. ഞങ്ങൾ ഈ TV യൂസ് ചെയ്യാറില്ല. ഇവൻ ഫുൾ ടൈം ഇവൻ കണ്ടാലും ഇല്ലല്ലോ, ഇവൻ എപ്പോഴും കാണണമെന്നില്ല. പക്ഷേ എങ്കിൽ TV ഇവിടെ ഇങ്ങനെ ഓൺ ആക്കി ഇട്ടേക്കും കേട്ടോ. അതിനകത്തെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവന് ഭയങ്കര അതും നമ്മൾ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇതുപോലെ കുറെ കാർട്ടൂൺസ് ഒക്കെ കാണുമ്പോൾ അവനൊരു സമാധാനം, ആരൊക്കെയോ ഉള്ള പോലെ തോന്നലായിരിക്കും, അതായിരിക്കും. അപ്പോൾ അവൻ അങ്ങനെ ഓണാക്കി വെക്കും. അപ്പോൾ അത് നമ്മളിപ്പോൾ വാർത്ത വെച്ചപ്പോഴത്തേനും പുള്ളിക്ക് TV വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളമായി. കുറച്ചു നേരമൊക്കെ കണ്ട് മടുത്തപ്പം. അപ്പം അവിടെ അതിൻ്റെ ഇതിൻ്റെ കേട്ടോ ഞാൻ കാണിക്കുന്നു. നമുക്ക് ഒരു 50 ഇഞ്ചിൻ്റെ TVയും കൂടെ മേടിക്കാമെന്ന് ചുമ്മാ പറയുന്ന കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞത് എൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രം എല്ലാം ഉണങ്ങിയിരുന്നൊക്കെ എടുത്ത് വെച്ചു. പിന്നെ വേണ്ട ചായ ഇട്ടു. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചേരം ഒന്ന് അരി വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് കഴുകാമെന്നോർത്ത്. അപ്പം ഇന്നിപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിനി DMart പോകണം കേട്ടോ ഇന്ന്. ഇപ്പം രാവിലെ തന്നെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ട് വേണം, എന്ന് വെച്ചാൽ ഉച്ചക്കത്തേനുള്ള ഫുഡ് കൂടെ ആക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം നമ്മളിപ്പോൾ മാക്സിമം പുറത്തുനിന്ന് ഫുഡൊക്കെ അങ്ങ് കുറയ്ക്കുവാണ്. ആദ്യക്കുട്ടനും നമുക്ക് കഴിക്കാൻ പറ്റാത്തല്ല, ആദ്യക്കുട്ടനെ കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇന്നും മീൻകറിയൊക്കെ ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് ഇവിടുന്ന് തന്നെ ആക്കാം എന്നോർത്ത് ചോറുമൊക്കെ വെച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ ഞാൻ പുട്ടിനുള്ളത് വീണ്ടും ഇടയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. ഇപ്പം ഈസി ആയിട്ടുള്ള പരിപാടികളുള്ള പുട്ട്, ഗോതമ്പ് ദോശ അതൊക്കെയാണെങ്കിലും. അപ്പം മീൻകറിയും പുട്ടും കഴിക്കാമെന്ന് ഓർത്ത് അതും കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് ഞാനും അവരുടെ കൂടെ വാർത്തയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നേരെ ഞാൻ ചെന്നാൽ പുട്ടടുപ്പേ വെച്ചേക്കാന്ന് ഓർത്തപ്പോൾ അത് ഇച്ചിരി കൂടെ ഒന്ന് ഇതാവാനുണ്ട്, മയവാവാനുള്ള പോലെ തോന്നിയേ. ഒന്ന് മിക്സ് ആക്കി നോക്കി. ഇത് നമ്മുടെ ഈ ഡബിൾ ഹോൾസ് അല്ല, അജ്മി അച്ഛൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അജ്മി പുട്ടുപൊടി അതാണെന്നോ തോന്നുന്നത്. അതെ അത് നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ പുട്ടുപൊടിയുടെ സെയിം വെള്ളം, അത്രയും അളവിൽ തന്നെ വെള്ളം എടുത്തിട്ട് വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കും. എന്നിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ച പുട്ടുപൊടിക്കകത്തോട്ട് അങ്ങ് ഒഴിച്ചൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ചെല്ലുമ്പോഴത്തേനും ഇത് വെള്ളമെല്ലാം നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നന്നായിട്ടിരിക്കും. എന്നിട്ട് തേങ്ങായും കൂടെ മിക്സ് ചെയ്ത് അടുപ്പിലോട്ട് വെക്കും. അങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പം
ഞാൻ നേരത്ത് പുട്ട് കുതിരാൻ വെച്ച നേരത്തെ ഞാൻ ഓർത്തു അരി കഴുകിടാന്നേ. അപ്പൊ അരി ഞാൻ കുറച്ചു നേരമായിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചേക്കുമായിരുന്നു. ഇത് കണ്ടോന്നേ എന്നാ ഇത് എളുപ്പത്തിലാന്ന് ഓർക്കണം. ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെളി പോകുന്ന ഓർത്തിട്ടല്ല, കുറച്ച് വേഗം വെന്ത് കിട്ടുമല്ലോ എന്ന് ഓർത്താവേ അങ്ങനെ കുതിർത്ത് വെക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ അരി നമ്മളൊരു ഇച്ചിരി നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അതിലെ ആ ഒരു കളറ് മൊത്തം അതിന്റെ ഒരു ഉമ്മി എന്നല്ലേ പറയുന്നത്. പക്ഷെ അതിപ്പോ ഉമ്മിയാണോ കളർ ചേർത്തേക്കുന്നാണോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഏതാണേലും മൊത്തം നന്നായിട്ട് തന്നെ തെളിഞ്ഞ് പോകും കേട്ടോ. കുറച്ചു നേരം വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ അധികം ഇട്ട് കഴുകൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അരിയുടെ അഴുക്കെല്ലാം പോകും. കുറച്ചു നേരം ഒന്ന് വെള്ളത്തിൽ കുത്ത് വെച്ചിട്ട് കഴുകിയെടുക്കുവാണെങ്കിൽ. അപ്പൊ ഞാൻ അതെല്ലാം കഴുകി അരി അടുപ്പയിലിട്ടു. വെന്ത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാന്നോർത്ത് അതും വെച്ചു. പിന്നെ പുട്ടിനുള്ളതും എല്ലാം മിക്സ് ചെയ്ത് അടുപ്പേ കയറ്റിയായിരുന്നു കേട്ടോ. അതിൻ്റെ പുട്ടൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും ഞാനും ആദിക്കുട്ടനൂടെ കഴിക്കുവാണേ. പിന്നെ ഇപ്പം നമ്മൾ കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പം ഈ ആദിക്കുട്ടൻ ഇപ്പം കൂടുതൽ ഇവൻ തന്നെ കഴിക്കുന്ന സ്കൂളിൽ നിന്നൊക്കെ തന്നെയാണല്ലോ കഴിക്കുന്നത്. പക്ഷെ വീട്ടിൽ നിന്ന് ഇവരെ ഈ ഫുൾ ടൈം ബിൽഡിംഗ് സെറ്റ് പരിപാടി ചെയ്യണ്ട, അമ്മ എനിക്ക് വായി തന്നാൽ മതി എന്ന് പറയുവേ. അതുകൊണ്ട് തന്നെ അവന്റെ വയറ്റിലോട്ട് അധികം ചെല്ലുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഒന്നിച്ചെടുക്കുമ്പോഴത്തേനും ഞാൻ അങ്ങ് കൂടുതൽ കഴിച്ചു പോകുന്നു. ഇവൻ ഒരു വാ കൊടുത്തു കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോഴേ അടുത്ത വായും തുറന്നു വരുന്നത്. ആ നേരം കൊണ്ട് ഞാൻ കൂടുതലങ്ങ് കഴിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇവന് തന്നെ എടുത്ത് കൊടുക്കും. വായിൽ ആദ്യമേ കൊടുത്തിട്ട് പിന്നെ ഞാൻ എനിക്കുള്ള കഴിക്കാൻ എടുക്കും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുഴച്ച് എത്ര നേരം കൈ പിടിച്ചോണ്ടിരിക്കും. കൂടുതൽ ഞാനങ്ങ് അറിയാതെ കഴിച്ചു പോകും. അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ റെഡിയാകുക കേട്ടോ. അപ്പം ഞാൻ റെഡിയാകുന്നതിന് മുന്നേ കയറി എന്നെ തട്ടി മാറ്റിയിട്ട് ഒരുങ്ങാൻ നിന്ന കേട്ടോ. ഞാൻ കുറച്ചു നേരം ഒന്നും നിന്നിട്ട് മാറുന്നില്ല. ഈ ഹൈറ്റ് ആണല്ലോ, നല്ല ഹൈറ്റ് വ്യത്യാസം ഉള്ളതുകൊണ്ട് എനിക്ക് പുറകുന്ന കാണത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടവഴി കിഴുത് കയറി കേട്ടോ. സ്ഥിരം പരിപാടി ഇത്. നമുക്കൊരു ഒറ്റ കണ്ണാടിയേ ഉള്ളൂ കേട്ടോ. ഈ റൂമിൽ മാത്രമേ കണ്ണാടിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ വേണ്ട റെഡിയൊക്കെ ആയി. ഇനിയിപ്പോൾ എന്താ, നമ്മൾ ഡിമാർട്ടിലേക്ക് പോവാം. പിന്നെ ഇടയ്ക്ക് ഞാൻ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇടണം. പിന്നെ എന്നാ പൗഡർ ഇടുന്നില്ലെന്ന് കരുതി. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇടയ്ക്കൊക്കെ ഇടാന്ന് കരുതി. കാരണം വല്ലപ്പോഴും ഇടുന്ന കൊണ്ടാണ് എൻ്റെ മുഖത്ത് പിമ്പിൾ വരുന്നതെന്നാ തോന്നുന്നത്. അപ്പം എന്തായാലും ഞങ്ങൾ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ഡിമാർട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പം എന്താണ്, ടവൽ എന്തോ ചോദിച്ചത്, അതായിട്ടോ എടുത്തോണ്ട് ഞാൻ കൊടുത്തത്. അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് ഈ ലിപ്സ്റ്റിക് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോകാം, ഞാൻ ഒരുങ്ങി പോകാമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടോ. പക്ഷേ എങ്കിൽ എനിക്ക് ഇനിയും കണ്ടോ അരി എടുത്ത് വെക്കണം. അങ്ങനെ 1-2 പരിപാടി കഥകൊക്കെ പൂട്ടിയെന്ന് നോക്കണം. ഇപ്പം ഇതൊക്കെ എന്നാ പറഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവർ നോക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യാനുള്ള കുറേ പരിപാടികൾ കാണുമല്ലോ. നമ്മൾ തന്നെ എപ്പോഴും ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനും ഒരു ഓക്കെ ആവത്തില്ല. അങ്ങോട്ടേലും ഇറങ്ങുമ്പോൾ ടെൻഷനായിരിക്കും. പിന്നെ എന്താ, നമ്മൾ ചെയ്യണോ നമ്മൾ തന്നെ ചെയ്യണം. ആരൊക്കെ ഉണ്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും അല്ലേ. അപ്പം ഞാൻ അതെല്ലാം ഡോർ പൂട്ടിയോന്നും ലൈറ്റ് നിർത്തിയോ ഇതൊക്കെ ഞങ്ങൾ 2 പേരും ചെക്ക് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമില്ല. അങ്ങനെ ഞങ്ങളുടെ കാറെ കയറി. അപ്പോഴത്തേം കണ്ടോ കുറേ പോത്താണോ എരുമയാണെന്ന് അറിയില്ല. അമ്മ ഇഷ്ടം പോലെ. ഇന്നാൾ ഞാനൊരു വീഡിയോ കാണിച്ചാണല്ലോ, വഴി നീളെ ഇതുങ്ങളാം. ബ്ലോക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ ഉമാര് വഴിയിൽ. അങ്ങനെ എന്തായാലും നമ്മൾ ഡിമാർട്ടിൽ ചെന്നു കേട്ടോ. ഡിമാർട്ടിൽ ചെന്നപ്പോൾ നല്ല തിരക്ക്. ആദ്യമേ നമ്മൾ വേറൊരു ഡിമാർട്ടിലാട്ടോ പോയത്. നമ്മൾ എന്നും പോകുന്ന ഡിമാർട്ട് ഇതാണ്. പക്ഷെ നമ്മൾ ആദ്യമേ വേറൊരിടത്ത് നമുക്ക് തൊട്ടടുത്ത് വേറൊരെണ്ണം കൊണ്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി നോർത്തപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. അപ്പം അടുത്ത നമ്മൾ സ്ഥിരം വന്നിടത്ത് വന്നപ്പോൾ അവിടെയും തിരക്കാണ്. വണ്ടി ഇടാനൊന്നും ഇട കാണത്തില്ലായിരിക്കും ഓർത്ത. പക്ഷേങ്കിൽ ഇടയൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ നമ്മളിത് കണ്ടോ, ഈ എഗ് ബോയിലറിന് 399 ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നോട് എടുത്തോളാനൊക്കെ പറഞ്ഞാണ്. പക്ഷേ എങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത കമ്പനിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അത് എടുത്തില്ലേ. പിന്നെ എനിക്ക് അതിനോട് വലിയ എന്തിനാകും, അല്ലാതെ ഇട്ട് പുഴുങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ ഓർത്ത് ഞാനെന്തായാലും എടുത്തില്ല. ഞാൻ അവിടുന്ന് ഒരു ഇതെടുത്തു, വാക്വം ക്ലീനറൊക്കെ ആയിരുന്നു എടുത്ത കേട്ടോ. പിന്നെ അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യക്കുട്ടൻ ഒരു പ്ലെയിൻ എടുത്തു. പിന്നെ നമ്മൾ നമ്മുടെ പിള്ളേർക്ക് 2 പേർക്കും ഓരോ കുഞ്ഞു ടോയ്സ് എടുത്തു. പിള്ളേർക്ക് 3 പേർക്കും ഓരോ കുഞ്ഞു ടോയ്സ് എടുത്തു ഇപ്രാവശ്യം എടുത്ത്. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് പോകാനായിട്ട് ലിഫ്റ്റൊക്കെ കയറി. അപ്പോൾ ആദ്യക്കുട്ടൻ ആ പ്ലെയിനും പറപ്പിച്ചോണ്ട് നടക്കും. അതിലെല്ലാം അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയെ കയറി കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നേ. എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ പോയിട്ട് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരുന്നതാണ്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം നമ്മൾ എന്നാണേലും ഇറങ്ങിയില്ല. അത് മാത്രമല്ല, ഇങ്ങോട്ട് വന്നപ്പോഴും ആദ്യക്കുട്ടൻ എന്തോ ഒരു വോമിറ്റ് പോലൊരു തോന്നലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വണ്ടിയുടെ ബാക്കിലോട്ടോ ഇരിക്കുന്നതും. അങ്ങനെ ഏതായാലും ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഞാൻ സ്നിക്കേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേട്ടോ. മിക്കവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ, നിറച്ച് നട്ട്സൊക്കെ, കടലയാണല്ലോ അതിനകത്ത്. അതൊക്കെ വെച്ച് അങ്ങനെ വന്നപ്പോഴേ ഞാൻ അതൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും കഴിച്ചു.
പിന്നെ നേരെ അതേ ഞാൻ ചെന്ന് കഞ്ഞി ഊറ്റി. അപ്പം നമ്മളിത് ചെയ്തു വെച്ചിട്ട് പോയോണ്ട് നേരെ വന്നപ്പോഴത്തേനും ചോറെല്ലാം വെന്തിരിപ്പുണ്ടായിരുന്നേ. അപ്പൊ ചോറൊക്കെ ഊറ്റി ഇനിയിപ്പൊ ചോറും ചെറുപയർ തോരനും കേട്ടോ. ചെറുപയർ തോരൻ ഞാൻ ചെറുപയർ വെന്തതിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിലെ. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് അതും അങ്ങ് തോരനാക്കി. ഇവിടെ പിന്നെ ഭയങ്കര എളുപ്പമാട്ടോ. ഇവിടെ എനിക്ക് ഏറ്റവും എളുപ്പം ഉള്ളൊരു കറിയുമാണ്, ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചെറുപയർ തോരൻ. അതും തേങ്ങ ഒന്നും ഇടണ്ട, ചുമ്മാ ഒന്ന് കടുകും വറുത്ത് സവാളയും വഴറ്റി ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ കെട്ടിയോന്. അതുകൊണ്ട് പിന്നെ ആ കറി എന്നും തന്നെ ഇവിടെ കാണും. അപ്പം ഞാനത് ചോറും മുളപ്പിക്കൊണ്ട് ചെന്നപ്പോഴത്തേനും വേണ്ട വാക്വം ക്ലീനർ എങ്ങനെയാണെന്ന് തന്നെ കാണിച്ചു തരുമോ, എന്തോ പൊടി പിടിക്കുമെന്നൊക്കെ ഞങ്ങൾ നോക്കുമായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, വലിയ പവറൊന്നും ഇല്ല. കാരണം അതിനും കണ്ട് 299 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഒറ്റ പവറേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. ജനലിൻ്റെ ഇടയിലെ പൊടിയും നമ്മുടെ ഈ സെറ്റിയുടെയൊക്കെ ഇടയിലെ പൊടിയും എല്ലാം, ഈ സെറ്റിയുടെയൊക്കെ ആ ഒരു ഇടഭാഗം ഉണ്ടല്ലോ കൂട്ടി മുട്ടിച്ച് വെച്ചേക്കുന്നത്, അതിൻ്റെ ഇടയിലൊക്കെ പൊടി കാണും. ഈ പിള്ളേരൊക്കെ അകത്തിരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ. അപ്പം അതെല്ലാം എടുക്കാനൊക്കെ നല്ല കേട്ടോ. അപ്പം ഞാൻ ആ സെറ്റിയിൽ ഒരു പുതപ്പായിട്ടേക്കുന്ന കവർ, വിരിപ്പ് വേറെ ഇല്ലാത്തതുകൊണ്ട് ഇതിന് എങ്ങനത്തെ മേടിക്കുമെന്നും അറിയത്തില്ല. അപ്പം ഞാൻ തൽക്കാലത്തേന് ഒരു പുതപ്പെടുത്തിട്ടാട്ടോ. ഈ ആദ്യക്കുട്ടനകത്ത് ഇരുന്നല്ലേ അവത്തെല്ലാം പൊടിയാക്കും. അപ്പുറത്തേൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടത്തേലിരിക്കും, പിള്ളേരല്ലേ. അപ്പൊ പിന്നെ ഞാൻ അവത്തേലൊരു വിരിപ്പൊക്കെ എടുത്തിട്ടാട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതേ ഫുഡ് കഴിക്കായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ ആദ്യക്കുട്ടന് കൊടുക്കാറ്. ഞാനും ആദ്യക്കുട്ടനും പുട്ടും മീൻകറിയും രാവിലെ നമുക്ക് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല കോമ്പിനേഷൻ അല്ലേ പുട്ടും മീൻകറിയും. അപ്പം രാവിലെ ഞങ്ങൾക്ക് ശരിക്കും കഴിക്കാൻ ഒക്കാഞ്ഞുകൊണ്ട് ഞാനും ആദ്യക്കുട്ടനും ഉച്ചയ്ക്ക് ചോറുണ്ടില്ല, ഞങ്ങൾ ഉച്ചയ്ക്കും പുട്ടും മീൻകറിയും തന്നെ കേട്ടോ കഴിച്ചത്. അപ്പോൾ ആദ്യക്കുട്ടൻ ആ ട്രിമ്മറല്ല വാക്വം ക്ലീനർ എടുത്തിട്ടൊന്ന് അതിൻ്റെ സൗണ്ടൊക്കെ വെച്ചതാട്ടോ. ഞാനത് ഇതിനകത്ത് കേൾപ്പിക്കണമെന്ന് ഓർത്ത, പക്ഷെ ടി-വിയുടെ സൗണ്ട് ഉള്ളതുകൊണ്ട് അത് ഞാൻ കേൾപ്പിക്കാൻ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ട് അതേ സൗണ്ടിൽ ട്രിമ്മർ അല്ലല്ലോ വാക്വം ക്ലീനർ എടുത്ത് ഓണാക്കിയിട്ട് സൗണ്ടൊക്കെ ഇടുന്നത്. പിന്നെ അതേ ആദ്യക്കുട്ടനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും വിശാലമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. നല്ല പുട്ടും മീൻചാറും തലേ ദിവസത്തെ ആകുമ്പോൾ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ച മീൻ കറിയാണല്ലോ. അതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചിട്ട് ഞങ്ങൾ 3 പേരും കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഏറ്റു വന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് സാധനം ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളും അങ്ങനത്തെയൊക്കെ എടുത്തൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം കിടക്കും കേട്ടോ. എനിക്കിനി ഏറ്റവും മടിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ വലിയ ഇഷ്ടം. പക്ഷെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ വേണമല്ലോ ഇതെല്ലാം എടുത്തു വെക്കാൻ. അതൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യങ്ങളാട്ടോ. അതൊക്കെ ഓർക്കുമ്പോഴത്തേനും ഒരു ഇതാ. അവൻ ഞാൻ അതേന്ന് ഓരോന്നും എടുത്ത് പിറക്കി വെക്കും. അപ്പം ഇതിൻ്റെ ആദ്യക്കുട്ടം മേടിച്ച കേട്ടോ, ഇല്ലാത്ത പോലെയാണ്. എപ്പോൾ കണ്ടാലും പെൻസിൽ സ്കെയിലും ഒക്കെ വാങ്ങും. പക്ഷെ ആ റബ്ബർ കണ്ടോ, ആ റബ്ബർ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ടയറിൻ്റെ ഷേപ്പിലുള്ള റബ്ബർ. പിന്നെ ഇത് ആദ്യക്കുട്ടൻ ഒരു ചീപ്പ് വാങ്ങിച്ചു കേട്ടോ. അവൻ്റെ മുടിക്ക് ചീകാൻ പറ്റിയ ഒരു അകന്ന ചീപ്പ് വേണം. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ അത് ലേഡീസ് കോമ്പ് എഴുതിയിട്ടുണ്ട്. ആദ്യക്കുട്ടൻ അറിഞ്ഞ് അത് വെച്ച് ചീവത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ വായിക്കാൻ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം പിന്നെ ഇതാ കേട്ടോ ആ വാക്വം ക്ലീനർ. ഇതിന് 299 ആയിരുന്നു കേട്ടോ. നല്ല എനിക്കിഷ്ടപ്പെട്ടു. എല്ലാം ചെറിയ പൊടികൾ, നമ്മുടെ കാറിൻ്റെ സീറ്റിൻ്റെ ഇടയിലെ പൊടിയും എല്ലാം വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതിനൊക്കെ ഉള്ള പവറുണ്ട്. പിന്നെ ഈ നിലത്തുനിന്നുള്ള പൊടി അങ്ങനെയൊന്നും വരത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ കവർ ഇതാ, അതിന് 299 ആയിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കുറേ സാധനമെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ അതേ ഞങ്ങൾക്കുള്ള ചായയും കൂടി ഇട്ടു കേട്ടോ. ആദ്യക്കുട്ടന് ഞാനിപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ, അവന് ഈ പാല് കുടിക്കാൻ ഇഷ്ടമേ ഇല്ല. ഒരു ശകലം ഏതെങ്കിലും പൊടി ഇടുന്നത്, അതായത് ബൂസ്റ്റല്ല ചായയോ കാപ്പിപ്പൊടി ഇടുന്നത് ഇഷ്ടം. അപ്പം ഞാൻ ചിലപ്പോൾ ഞങ്ങളെ ഈ ചായ എടുത്ത ഇളക്കിയ സ്പൂണില്ലേ അത് വെച്ചൊക്കെ ഒന്ന് ഇളക്കും. അപ്പോൾ ഇത് ചെറിയതായിട്ട് ചായയുടെ ഒരു മയവും കൂടെ അതിനകത്തോട്ട് വരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ അവൻ എടുത്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചായ വലിയ ചായ തിളപ്പിച്ച ചെരുവത്തിനകത്തോട്ട് ഒഴിച്ചിട്ട്, അപ്പം അതിനകത്തും തൊള്ളിയൊക്കെ കാണുമല്ലോ നമ്മുടെ ചായയുടെ അംശം, എന്നിട്ട് ആദിയുടെ പാല് അതിനകത്തോട്ട് ഒഴിക്കും. അങ്ങനെയൊക്കെ ആക്കി കൊടുക്കും കേട്ടോ. അപ്പം ചെറിയൊരു ചായയുടെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ പറ്റിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് 4 മണിക്ക് കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് ആദ്യക്കുട്ടനൊന്നും മേടിച്ചില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ മോമോസ് മേടിച്ചു കേട്ടോ. മോമോസ് ആകുമ്പോൾ ആവിക്ക് വെന്ത സാധനമാണല്ലോ, അപ്പോൾ കൊടുക്കാമല്ലോ എന്നോർത്ത് പിന്നെ ഞങ്ങളുടെ എല്ലാ ഫേവററ്റുമാണേ. അപ്പം ഈ മോമോസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെൻസോ എന്തായാലും നല്ല മോമോസ് ആയിരുന്നു കേട്ടോ. ഇതാ ഞങ്ങൾ നേരത്തെ മേടിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിച്ചു. അതൊരു 3 ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു എരിവുള്ള ഫ്ലേവറും പിന്നെ 2 എരിവില്ലാത്ത സാധനങ്ങളുമേ. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിളക്ക് കത്തിക്കുന്നതിന് മുന്നിലായിട്ട് ഒന്ന് തുടയ്ക്കാമെന്ന് ഓർത്തേ. മൊത്തം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാന്ന് പറഞ്ഞിട്ട് ഒരു ട്രിപ്പ് ഞാൻ ഹാളും അടുക്കളയും 2 പ്രാവശ്യം തുടയ്ക്കും കേട്ടോ. ഒന്ന് തുടച്ചിട്ട് ഒന്നുകൂടെ വന്ന് തുടയ്ക്കും. ഹാളിലും അടുക്കളയിലും വെള്ളം നമ്മൾ കൂടുതലിരിക്കുന്നതും സാധനങ്ങൾ വീഴുന്നതും ഒക്കെ. ബെഡ്റൂം ഞാൻ ഒറ്റ വട്ടം വെച്ചാൽ തുടക്കത്തുള്ളൂ. ഹാളും കിച്ചണും 2 വട്ടം തുടയ്ക്കും. അപ്പം ഞാൻ ഫാനും ഒക്കെ ഇട്ട് ആദ്യം 2 പേരെ ഓരോരുത്തരത്ത് കയറ്റി ഇരുത്തിയിട്ടാട്ടോ. അല്ലെന്നുണ്ട് ചവിട്ടി കാൽപ്പാടും ചെളി എല്ലാം ആകും. ഞാൻ തുടയ്ക്കുന്നത് വെറുതെ ആകും. അപ്പോൾ 2നെയും ഓരോരുത്തരത്ത് ഞാൻ ഫിക്സ് ആക്കി കയറ്റി വെച്ചിട്ടാട്ടോ ഞാൻ തുടയ്ക്കാൻ കയറിയത്.
അങ്ങനെ എല്ലായിടും തുടച്ചു. അത് മാത്രമല്ല, ഇന്ന് എൻ്റെ സിങ്ക് ഒന്ന് ലീക്ക് ആകുകയും ചെയ്തു നാളത്തെ പോലെ. ഇതിന് മുന്നിൽ ഒരു പ്രാവശ്യം വന്നിട്ട് പിന്നെ ഇപ്പോഴാട്ടോ എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, വേസ്റ്റ് ഒന്നും വീഴുന്നില്ല, എന്നിട്ട് സിങ്ക് ഇന്ന് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു കുറച്ച്. എന്തോ വെള്ളം താഴ്ന്നതിന് എന്തോ പ്രോബ്ലം വന്നതാ. അങ്ങനെ തുടപ്പും വിളക്കത്തീര് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് അവിടുന്ന് പൊറോട്ട മേടിച്ചിട്ടുണ്ട്. വീറ്റ് പൊറോട്ട കേട്ടോ ഇത്, മൈദയല്ല വീറ്റ്. അപ്പം ഇത് അച്ഛൻ അടിച്ചു വെച്ചിട്ട് പോയതാണ്. അപ്പൊ ആദ്യക്കുട്ടനും അടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്നിട്ട് അടിക്കുക കേട്ടോ. അടിച്ചടിച്ചെന്റെ ഫോണും എല്ലാം കൂടി ഇപ്പൊ താഴെ ഇട്ടാൻ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാറ്റി വെച്ചിട്ട് പറഞ്ഞു വിട്ടു സാറിനെ അവിടുന്ന്. അപ്പൊ ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുക കേട്ടോ. നല്ലതാണോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ആദ്യക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വീറ്റ് പിന്നെ അങ്ങ് എടുത്തതാ. പക്ഷെങ്കിൽ നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരുന്നേ. അപ്പം പൊറോട്ട ഇത് നമ്മൾ സാധാരണ പോലെ തന്നെ ചുട്ടിട്ട് എണ്ണ വെച്ചിട്ട് 2 കിലോ എണ്ണ തൊട്ടിട്ട് നന്നായിട്ട്, എനിക്ക് അടിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ, അച്ഛൻ കൊണ്ട് അടുപ്പിച്ചെടുത്തതല്ലോ ഒന്ന്. എന്നാലും നമ്മൾ സാധാ കടയിലെ കിട്ടുന്ന പോലെ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല, എങ്കിലും ഓക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പൊറോട്ടയും മീൻകറിയും ഇരിപ്പുണ്ടായിരുന്നല്ലോ, അത് രണ്ടും കൂടെ കേട്ടോ കഴിച്ചത്. ആദ്യയുടെ സ്ഥിരം പ്ലേസ് ഇപ്പം ഈടാവട്ടെ, ഞാൻ അവിടെ പായിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ ഇരുന്നോളാൻ പറയല്ലേ, സെറ്റ് ചെയ്യാൻ മുഴുവനും ആക്കും. അവനതാ ഇഷ്ടം കേട്ടോ, കാലൊക്കെ നീട്ടി വെച്ച് ഇരിക്കുകയാണ്. അപ്പം ഞാനും പോയി അതിൻ്റെ അടുത്തായിട്ടിരിക്കും. മീനൊക്കെ ഞാൻ അവന് മുള്ളൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ടൊക്കെ കേട്ടോ കൊടുത്തേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ദിവസമായിരുന്നു. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.